കണ്ടശങ്കടവ് എസ് ഓഫ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 102ാം അധ്യാപക രക്ഷാകർതൃ ദിനവും മെറിറ്റ് ഡേയും സംയുക്തമായി സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. എസ് ഓഫ് മേരീസ് കോൺവെന്റ് സിസ്റ്റർ സുപ്പീരിയർ ഗീതി മരിയ CMC അനുഗ്രഹ പ്രഭാഷണം നടത്തി. SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ ജിത പോൾ, CMC അധ്യാപക പ്രതിനിധികളായ ലീന, റാണി, സോണിയ, വിദ്യാർത്ഥി പ്രതിനിധി അനസ് മരിയ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടശങ്കടവ് ഗവൺമെൻറ് സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചുമ്മാ ഇതിൻ്റെ ഡാറ്റ എടുത്ത് നോക്കിയപ്പോൾ 168 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 63 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും ഫുൾ A+ നേടാനായിട്ട് സാധിച്ചു. ഏകദേശം ഒരു 37% ഫുൾ A+ൻ്റെ പെർസെൻറ്റേജ്. അതിൽ വിട്ട് കണക്ക് നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ 5238 പേരാണ് തൃശ്ശൂരിലെ വിവിധങ്ങളായ സ്കൂളിൽ നിന്ന് ഫുൾ A+ നേടി പഠിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിച്ചേർന്നിട്ടുള്ളത്. പക്ഷെ അത് +2ലേക്ക് എത്തി നിൽക്കുമ്പോൾ 2700 ചില്ലറയായിട്ട് കുറഞ്ഞു. 5000-ൽ നിന്ന് നേരെ പകുതിയിലേക്കാണ് ഫുൾ A+ൻ്റെ എണ്ണം വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ് എന്നതുകൊണ്ട് ഹൈസ്കൂളിൽ പഠിച്ച മോഡല്ല ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുമ്പോൾ എന്ന് ഞാൻ വരുന്ന പിള്ളേരോട് പറയാറുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് സ്കൂളിലേക്ക് പോകുന്നില്ല. ഞാൻ പറയും HS മോഡാണ് ഇവിടെ കിടക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ എത്തുമ്പോൾ അത് HSS മോഡിലേക്ക് മാറും എന്ന് പറയും. മലയാളം മീഡിയം പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികൾ, ലോക്കലായിട്ട് വരുന്ന കുട്ടികൾ അത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പഠിക്കാനായിട്ട് വരുമ്പോൾ നമ്മുടെ സിലബസ് മാറി പഠിക്കാനായിട്ട് എത്തിച്ചേരുമ്പോൾ വരുന്നത് NCERT ഉൾപ്പെടുന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ സിലബസാണ് പഠിക്കുന്നത്. ഞാൻ സിലബസാണ് പഠിക്കാൻ കാരണം എന്ന് പറയുമ്പോൾ ആ സിലബസിലേക്ക് കുട്ടികളുടെ ഒരു കുത്തൊഴുക്കാണ് വരുന്നത്.